ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് അളവിൽ മതിയെങ്കിൽ പഴത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി പഴമൊക്കെ നന്നായിട്ട് കളർ മാറി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. പഴം ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അളവുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. തേങ്ങ ഇത്രയില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കുറച്ച് സമയം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കരുത്. നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക വെള്ളമായിട്ട് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം തേങ്ങക്ക് ചേർത്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഴമൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഴവും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയാവും. ഇനി പഴം നന്നായിട്ട് തണുത്ത് കിട്ടിയാൽ ഇനി ചെറിയ ചെറിയ ബോൾസാക്കി കയ്യിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടാണ് ഷേപ്പാക്കി എടുക്കുന്നത്. ബോൾസാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ പഴക്കൊന്ന് ചൂടാറി വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്ത്, അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കോൺഫ്ലെക്സ് നിർബന്ധമില്ല, കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് പൊടി ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സേമിയ കയ്യിലുണ്ടെങ്കിൽ സേമിയ എടുക്കാം. ഇഷ്ടമുള്ളത് എടുത്തിട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് കോൺഫ്ലെക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലെക്സ് ഇട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മുട്ടയുടെ ബാറ്ററിന് പകരമായിട്ട് കുറച്ച് മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് ലൂസായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതി. മുട്ടയുടെ ബാറ്റർ തന്നെ വേണമെന്നില്ല, മൈദയുടെ ബാറ്ററിലാക്കിയിട്ടും ചെയ്തെടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് വേവാനൊന്നുമില്ല, ഉൾഭാഗമൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. പുറം ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി ഏകദേശം ബ്രൗൺ കളറായിട്ട് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ല കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് തണുത്താലും കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ചൂടോട് കൂടിയാകുമ്പോൾ ആ ഒരു പുറംഭാഗം കോൺഫ്ലേക്സൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.